ആനയുടെ സ്ഥാനത്തെ ചൊല്ലി കൂട്ടയടി. തൃശൂർ കാവിലക്കാടാണ് നാട്ടുകാർ തമ്മിൽ തല്ലിയത്. കൂട്ടിയെഴുന്നള്ളിപ്പിന് ആനയെ നിർത്തുന്നത് സംബന്ധിച്ച തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ആനയുടെ തൊട്ടടുത്തുണ്ടായ സംഘർഷം ഉണ്ടായതോടെ പാപ്പാന്മാർ ആനകളെ ഉടൻ മാറ്റി. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ, ചിറക്കൽ കാളിദാസൻ തുടങ്ങിയ ആനകളാണ് ഉത്സവത്തിന് ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രിയാണ് സംഭവം. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, എന്താണ് സംഭവിച്ചത്? ഇന്നലെ തൃശ്ശൂരിൽ നടന്ന തൃശ്ശൂര് കാവിലക്കാട് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായിരുന്ന ഈ ആനയുടെ എഴുന്നള്ളിപ്പ് സംബന്ധിച്ചുള്ള സംഭവമായിരുന്നു. ഈ ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ആനയുടെ കൂട്ടി എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് ആനകളെ നിർത്തുന്നത്, ആനകളെ ഉത്സവ കാര്യങ്ങളിലെല്ലാം തന്നെ നിർത്തുന്നത്, അതിൻ്റെ ഒരു പൊക്കം കാര്യങ്ങളുടെ ക്രമം അനുസരിച്ചൊക്കെയാണ് നിർത്തുന്നത്. അപ്പോൾ തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്ത് ഈ ആനകൾക്കെല്ലാം തന്നെ വലിയ ആരാധകരുള്ള സ്ഥലമാണ്, ആനപ്രേമികളുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇതിന്റെ എഴുന്നള്ളിപ്പിന്റെ ഇടയ്ക്ക് ആനയെ നിർത്തുന്ന അവരുടെ ഒരു പൊക്കം അനുസരിച്ച് കാര്യങ്ങളും അവരുടെ ഒരു പ്രൗഢി അനുസരിച്ചെല്ലാം തന്നെ നിൽക്കുന്നതിനൊരു ക്രമമുണ്ട്. അപ്പൊ അത് സംബന്ധിച്ചുള്ള ഒരു തർക്കമാണ് ഈ രീതിയിലേക്ക് ഒരു സംഘർഷം ഉണ്ടായത്. അത് ഈ ആനകൾ നിർത്തിയിരിക്കുന്ന ആ ഭാഗത്ത് തൊട്ടടുത്ത് വെച്ചായിരുന്നു ഈ സംഘർഷം ഉണ്ടായത് തന്നെയാണ് ഇതിലൊരു വലിയ വിഷയം ഉണ്ടാവുന്നത്. പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ പാപ്പാന്മാർ ആനയെ അവിടെ നിന്ന് ഉടൻ മാറ്റി. ഇതിൽ ഈ കൂട്ടി എഴുന്നള്ളിപ്പ് എന്ന രീതിയിൽ ഒരു ആനയെ ഇടത്തെ കൂട്ടായി നിർത്തിയിരുന്ന തൃക്കടവൂർ ശിവരാജ് എന്ന ആനയായിരുന്നു ഇടത്തെ കൂട്ടായി നിർത്തിയിരുന്നത്. ആ സ്ഥാനത്തേക്ക് ചിറക്കൽ കാളിദാസനെ കയറ്റി നിർത്തിയതാണ് ഈ വഴക്ക് ഉണ്ടാകാനായിട്ട് കാരണം. ഈ സ്ഥാനം മാറ്റിയത് സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ചെയ്യൽ, ആനയിടയ്ക്ക് നിർത്തിയത് സംബന്ധിച്ച ഇതിന്റെ ആരാധകരുടെ ഒരു ചോദ്യം ചെയ്യലെല്ലാം തന്നെയാണ് ഈ രീതിയിലേക്ക് ഒരു ഒച്ചപ്പാടിലേക്ക് അടക്കം നീങ്ങിയത്. സാധാരണ വാക്കുതർക്കം എന്ന രീതിയിലായിരുന്നു, പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് തന്നെ പോകുന്നു. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും തലയെടുപ്പുള്ള ആനകളിലൊന്നായ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തുടങ്ങിയ ആനകൾ എല്ലാം തന്നെ ഈ പൂരത്തിന് ഈ ഒരു ഉത്സവത്തിന് അണിനിരന്നിരുന്നു. ഇതെല്ലാം അതിന്റെ ഒരു ക്രമമെല്ലാം തന്നെ രൂപപ്പെടുത്തിയതിനു ശേഷമായിരുന്നു പിന്നീട് ഇത് സംബന്ധിച്ചൊരു തർക്കത്തിലേക്ക് നീങ്ങുന്നത്. അതിപ്പോൾ നമ്മൾ കാണുന്നത് പോലെ, ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വലിയൊരു സംഘർഷത്തിലേക്ക് അടക്കം നീങ്ങുന്ന ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. ആനകളെല്ലാം എഴുന്നള്ളിച്ച് നിർത്തിയതിനു ശേഷമായിരുന്നു ഈ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് പോകുന്നത്. അത് വലിയ രീതി ആനകൾ വിരണ്ടോടാനുള്ള ഏതെങ്കിലും സാഹചര്യം ഉണ്ടാകുമായിരുന്നെങ്കിൽ വലിയ രീതിയിലേക്ക് വിഷയങ്ങൾ സംഭവിക്കുമായിരുന്നു. പക്ഷെ പാപ്പാന്മാരടക്കം വളരെ പെട്ടെന്ന് ഇടപെട്ട് ആനകളെ ഉടൻ തന്നെ അവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. തുടർന്ന് ഒരു സംഘർഷാവസ്ഥ ശാന്തമായതിനു ശേഷമാണ് പിന്നീട് കാര്യങ്ങൾ നടന്നത്. ഇന്നലെ രാത്രിയാണ് ഇത് ഉണ്ടാവുന്നത്. തൃശ്ശൂർ കാവിലക്കാടാണ് ഈ സംഭവം. നാട്ടുകാർ തമ്മിൽ തല്ലുന്നൊരവസ്ഥയിലേക്ക് വന്നത്. ആനകളുടെ എഴുന്നള്ളിപ്പ് സംബന്ധിച്ച് അവരുടെ നിര തെറ്റിയത് സംബന്ധിച്ചുള്ള തർക്കമാണ് ഈ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് നീങ്ങിയത്. ആര്യ. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമായി